അതെ, ഈ ബിസിനസ് തുടങ്ങാനൊക്കെ എളുപ്പമാണ്, പിന്നെ അത് റൺ ചെയ്തു പോകുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചലഞ്ചസ് ആണ്. റൈറ്റ് ആയിട്ടുള്ള മാനുഫാക്ചറെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് സോഴ്സുകളുണ്ട്. പക്ഷെ നമുക്ക് ട്രസ്റ്റബിൾ ഡീലറിനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഡീലേഴ്സിനെ കാണുന്നത്. അവർക്കൊരു MOQ ഉണ്ടാവും. MOQ അനുസരിച്ചിട്ട് വേണം നമ്മൾ അവരുടെ ഇത് സാധനം എടുക്കാൻ. ഇപ്പൊ നമ്മള് അതായത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ടോപ്സ് എടുക്കും, കുറച്ച് 2 പീസ് എടുക്കും, കുറച്ച് 3 പീസ് എടുക്കും, പിന്നെ ഡിഫറെന്റ് മെറ്റീരിയൽസും കൂടെ നമ്മൾ ട്രൈ ചെയ്യും, അവരുടെ ക്വാളിറ്റി അറിയാൻ. അല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് പോയി കുറച്ച് സാധനം അങ്ങനെയല്ല. അപ്പൊ നമ്മൾ എടുത്തു വരുമ്പോൾ നമുക്കൊരു ബൾക്ക് പർച്ചേസ് ആവും. നമ്മൾ സാമ്പിളിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതില് നമ്മൾ ഫ്ലോപ്പ് ആയാൽ ഈ സാമ്പിള് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനത് പുറത്ത് സെയിൽ ചെയ്യില്ല. ഒന്നുകിൽ ഞാനത് യൂസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഡെഡ് സ്റ്റോക്ക് ആണ്. അതായത് നമുക്ക് ഈ ബിസിനസ്സിനോടുള്ള ഇഷ്ടവും നമ്മുടെ പാഷനും കൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക് ആണ്. അപ്പം ഈ റൈറ്റ് മാനുഫാക്ചറെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല. 1 2 ഡീലറേയും കൊണ്ട് കഴിയില്ല. നമ്മൾ പുതിയ ട്രെൻഡിനനുസരിച്ച് പുതിയ സാധനങ്ങൾ കൊണ്ടുവരണം. അതുപോലെ നമുക്കുള്ളത് പല ടൈപ്പ് കസ്റ്റമേഴ്സ് ആയിരിക്കും. ഇപ്പം ഹാൻഡ് വർക്ക് ഇഷ്ടമുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഹാൻഡ് വർക്ക് ഇഷ്ടമില്ലാത്ത കസ്റ്റമർ ഉണ്ടാവും, മെഷീൻ എംബ്രോയിഡറി വേണ്ടവരുണ്ടാവും, ഇതൊന്നും വേണ്ട കോട്ടൺ വേണ്ടവരുണ്ടാവും, കോട്ടണേ എടുക്കാത്തവരുണ്ടാവും, ജോർജറ്റ് മാത്രം വേണ്ടവരുണ്ടാവും. ചില കസ്റ്റമേഴ്സിന് പ്യുവർ ഫാബ്രിക് മാത്രം, പ്യുവർ ചിനോൺ, പ്യുവർ മൽച്ചന്തേരി അങ്ങനെ മാത്രം ഉള്ളവരുണ്ടാവും.